ജസ്റ്റിൻ മാത്യു, മിന്നൽ മുരളിയുടെ തന്നെ കോ-റൈറ്റർ ജസ്റ്റിൻ ഈ സിനിമയുടെ ഭാഗമായി. അപ്പോൾ ജസ്റ്റിനും ഡോമിനും കൂടെ ഇതിൻ്റെ ഒരു എഴുത്ത് ആ സൈഡിൽ കൂടെ പോയി. പിന്നെ അപ്പോൾ നിർമ്മിക്കാനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് മുന്നോട്ട് വന്നത് അജിത് വിനായക ഫിലിംസാണ്. അപ്പോൾ അജിത്തേട്ടനും മറ്റൊരു അജേഷാണ് ഈ പറയുന്ന പോലെ ഒരുപാട് സിനിമകൾ അപ്പോൾ അദ്ദേഹവും മുമ്പ് സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ചിലതൊന്നും അങ്ങനെ വിജയിക്കാതെയൊക്കെ പോയ സാഹചര്യത്തിൽ ഒരു മെയിൻ സ്ട്രീം ഒരുവിധപ്പെട്ട ഒരു പ്രൊഡ്യൂസറൊക്കെ ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരെണ്ണം ഹിറ്റ് അടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അജിത്താണ് അജിത് എന്ന് പറഞ്ഞ് മുന്നോട്ട് അവസാനം വരെ നിന്ന് പോരാടിയ ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ ആ ക്രെഡിറ്റ് തീർച്ചയായിട്ടും, അതായത് അത്രയും പരാജയങ്ങൾ നേരിട്ടിട്ടും അവസാനം വരെ ഇത് നേടിയെടുത്തത് അവരുടെയും കൂടെ ഭയങ്കരമായിട്ടുള്ളൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് അജേഷുമാർ ഒരുമിച്ച് ചേർന്ന് സിനിമയ്ക്ക് അകത്തും പുറത്തും ഒക്കെ അജേഷുമാർ ഉള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ എൻ്റയർ പ്രോസസ്സിൽ ഇതുപോലെ ഈ സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും അതിൻ്റെ ഒരു ഭയങ്കര റോ ആയിട്ടുള്ള സിനിമയാണ്. അതിലെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ അതിനോടുള്ള ഒരു സത്യസന്ധത നമ്മൾ കൊടുത്താൽ മാത്രമേ ആ സിനിമ അത് കൺവിക്ഷൻ ആ സംവിധായകനെ എഴുത്തുകാരനെ കണ്ട രീതിയിലേക്ക് അത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ആത്മാർത്ഥത ഇതിലെ എൻ്റയർ ക്രൂ കാസ്റ്റ് എല്ലാവരും അതിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലിജോ ആണെങ്കിലും ക്യാരക്ടറിൻ്റെ ആ ഒരു റിയലിസം ഭയങ്കരമായിട്ട് പുള്ളി പുഷ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. അതുപോലെ സജിനാണെങ്കിലും ഈ പറയുന്ന സജിൻ കൊച്ചിയിലുള്ള ഒരാളാണ്, കൊല്ലത്തുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അത്ര എളുപ്പത്തിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും അത് കായികമായിട്ടും ആ ഫിസിക്കും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെ ക്യാരക്ടറിലേക്ക് കയറാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതിലെ ഇപ്പോൾ സാനു ചേട്ടൻ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറാണ്. സാനു ചേട്ടനാണെങ്കിലും ആ ഒരു ഈ സിനിമയുടെ ഒരു വിഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് രാവും പകലും അങ്ങനെ ഒരു ജീനിയസ് അറ്റ് വർക്കാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ടൈം ലൈൻസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ടൈം ലൈൻസ് ആയിരുന്നു. രാത്രിയും പകലും ഒക്കെ ഷൂട്ടാണ്, എല്ലാ ദിവസവും ഷൂട്ട്, എല്ലാ ദിവസവും രാത്രിയും പകലും നമുക്ക് ചെളി കിടന്ന് മറ്റേ ചെയറൊക്കെ നിന്നിട്ട് ഇങ്ങനെ രാത്രി ഒരു 7-8 ദിവസം അതിൻ്റെ അകത്ത് എന്നൊക്കെ പറഞ്ഞ് ത്രൂ ഔട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പോലും ഉറക്കമൊന്നും ഇല്ലാതെ ഇതിൻ്റെ കൂടെ ആ ഒരു പാഷൻ അങ്ങനെ മുറിയാതെ കണ്ടിന്യൂസ്ലി നിന്നതിൻ്റെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ. അപ്പോൾ